കണ്ടോ? കിളി തത്ത. തത്തയൊന്നും അല്ല, ഇത് കപ്പയ്ക്കാണ് കേട്ടോ. ചുമ്മാ അമ്മ രാവിലെ കണ്ണുമൊക്കെ ഇട്ട് വരയൊക്കെ വരച്ച് ഇതാക്കിയതാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന വിഷയത്തിലേക്ക് വരാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പുതിയ 2 കവിതകൾ ട്യൂൺ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം വളരെയധികം ഭംഗിയായിട്ട് നല്ല രീതിയിൽ എല്ലാവരും കണ്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുകയും ഒരഭിപ്രായവും ലൈക്കും ചെയ്യാതെ കണ്ടുപോയേക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരടുത്ത് പ്രത്യേകം നന്ദി പറയുകയാണ്. മഴത്തണലിൽ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ കവിതയായിരുന്നു പ്രണയമഴ എന്ന് പറയുന്ന ആദ്യം ഞാൻ റിലീസ് ചെയ്ത കവിത. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഞാൻ റിലീസ് ചെയ്തത് മഴത്തണലിലില്ലാത്ത മഴത്തണലിനെ കുറിച്ചുള്ള കവിതയായിരുന്നു. രണ്ടാമത് ഞാൻ ഗസൽ ഈണത്തിൽ ട്യൂൺ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്. രണ്ടും വളരെയധികം ഭംഗിയായിട്ട് നിങ്ങളെല്ലാവരും അത് ഏറ്റെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ അടുത്തെല്ലാം ഒരു നന്ദി പറയുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എപ്പോഴും ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ എൻ്റെ പോസ്റ്റുകൾ, എൻ്റെ കവിതകൾ, ഫോട്ടോസ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ സ്നേഹവും സഹകരണവും എല്ലാമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പണം വരാം എന്നുള്ള ഒരു ആഗ്രഹത്തിലല്ല. പണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിനക്ക് വേറെ പണിയില്ലയോ, ഇതൊക്കെ എന്തിനാ നീ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത്, നിനക്ക് ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? സത്യം പറഞ്ഞാൽ പ്രയോജനമുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ധാരാളം വീഡിയോസും സംഭവങ്ങളെല്ലാം ചെയ്യാറുണ്ട്. കാരണം അതിനകത്തുനിന്ന് വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം വരെ അതിനകത്തു നിന്നുള്ളൊരു വരുമാനത്തിൻ്റെ മാർഗത്തിൽ നമ്മളൊരു വീഡിയോവും ഇന്നേ വരെ ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്യുന്ന ഒരു വരി എഴുതുമ്പോൾ അത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പ്രതികരണം, അതൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം. ഒരു പടം വരയ്ക്കുമ്പോൾ മറ്റൊരാൾ കണ്ടിട്ട് ആ കൊള്ളാം എന്ന് പറയുന്നത്, അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഗീതം ചെയ്ത് ഇപ്പോഴല്ല, കവിത എഴുതിയ 2016 തന്നെ ഞാൻ സംഗീതമൊക്കെ ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു, ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിഷ്വൽ രൂപേണ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടും പെർഫെക്ഷനോട് കൂടി ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊക്കെ അത് നീണ്ട് ഇങ്ങനെ പോയത്. അതുകൊണ്ട് ആ കാര്യത്തിലോട്ടൊന്നും ഇപ്പം കടക്കേണ്ടുന്ന കാര്യമില്ല. ഇപ്പം നമുക്ക് ഒരുപാട് സാങ്കേതിക വിദ്യകൾ നമ്മുടെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉള്ളത് കാരണം അതിൻ്റെയൊക്കെ ഒരു സഹായം കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഈണങ്ങളൊക്കെ ഇട്ട് നമ്മൾ